കൊല്ലം സുധിച്ചേട്ടന്റെ എക്സ് വൈഫാണ്. അതിന്റെ ഒപ്പം പ്രിൻസ് പാലസിൽ വെച്ചിട്ടാണ് ഞാൻ സുധിച്ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്തൊക്കെ നല്ല ഒരു ജെന്റിൽമാൻ ലുക്ക് തന്നെ ഉണ്ടായിരുന്നു. കിച്ചു എന്നൊരു മോനുണ്ടെന്ന് പോലും പറയത്തൊന്നുമില്ലായിരുന്നു. ഏത് വർഷമായിരുന്നു അത് 2010 സമയം. നിന്റെ കാര്യത്തിൽ തീരുമാനം. അപ്പൊ ഞാൻ സുധിച്ചേട്ടനോട് സുധിച്ചേട്ടൻ ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് നമ്മളെ കുറിച്ച്. ചേട്ടനെ കൊണ്ട് നടക്കുന്നെന്ന് മാത്രമല്ല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കല്യാണം നോക്കാം. ശരി, ഞാനൊന്ന് വീട്ടിൽ അവതരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. അത് കഴിഞ്ഞ ശേഷം വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ചേട്ടനും ചേട്ടത്തി എല്ലാവരും അറിഞ്ഞു, വന്നു, സംസാരിച്ചു. കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ കല്യാണം ഭരണിക്കാവ് മാടുന്നല്ല ക്ഷേത്രത്തിലായിരുന്നു. കല്യാണമൊക്കെ നടന്നു. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. ഒരു ആർട്ടിസ്റ്റുമാണ്. എക്സ് വൈഫ് എന്ന് അറിയാൻ താല്പര്യമില്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര വിവാദങ്ങളിൽ പെട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്താ തോന്നുന്നു ഇപ്പത്തെ ഒരു ജീവിതവും കാര്യങ്ങളൊക്കെ ആയിട്ട്? സുഖം. നമ്മള് കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി രേണുവിനെതിരെ ഞാൻ കളിച്ചാൽ എന്നെ വലിച്ചു കീറി ഒട്ടിക്കും, സമൂഹത്തിന് മുമ്പിൽ നാണം കെടും. പിന്നെ കുറെ കമന്റുകൾ വരുന്നുണ്ട്. എൻ്റെ പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100 മുത്തുച്ചിപ്പി വായിച്ച ഒരു സംതൃപ്തി കിട്ടും എന്നൊക്കെയാണ്. നിങ്ങളിനി ആരെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലും എനിക്ക് നോ പ്രോബ്ലം. കാരണം ഞാനും എൻ്റെ ഭർത്താവും ജോലിയെടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഞങ്ങൾ ലിവിങ് ടുഗദറിൽ ഉണ്ടായിരുന്ന ഒരു കഥാപാത്രത്തെ മാത്രമായിട്ടാണ് രേണുസുതി പല സ്ഥലത്തും അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കണ്ടു പരിചയപ്പെട്ടതിന് ശേഷം പരസ്പരം വീട്ടിൽ വന്ന് ആലോചിച്ച് വിവാഹം നടത്തി വിവാഹത്തെ ഒന്നുമല്ലാതാക്കുന്ന രീതിയിലാണ് അവർ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അതുപോലെ തന്നെ ഇപ്പൊ താങ്കളുമായിട്ടുള്ള വിവാഹ ബന്ധത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് കൊല്ലം സുധിയായിട്ട് അവരൊരു ബന്ധം ഉണ്ടാക്കുന്നതും അവർ പിന്നീട് ആ ബന്ധത്തിലേക്ക് മാറുന്നതും. എന്താ ഉറക്കം വരുന്നു. രേണുസുതി പല സമയങ്ങളിലും സുധിച്ചേട്ടനെ യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല വാക്കുകളും ഉപയോഗിക്കുന്നത് തോന്നിയിട്ടുണ്ട്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്, പോവാൻ നോക്കടാ. അദ്ദേഹത്തിന്റെ സ്പ്രേ ഉണ്ടാക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ സ്പ്രേ ഉണ്ടാക്കുന്നു. ആ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ എന്താ തോന്നിയിട്ടുള്ളത്? പുച്ഛം. സുധിച്ചേട്ടന്റെ ഒരു, അതായത് ശാലിനി പോയി ഒരു മകനുമായിട്ട് വന്നുള്ള ഒരു കാലഘട്ടങ്ങളിൽ, ഒരു കുറച്ചധികം കാലഘട്ടങ്ങളിൽ കൂടെ നിന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധം പെട്ടെന്ന് ഇല്ലാതായി പോകുന്നു. എത്രത്തോളം ഒരു മാനസികമായി തകരുന്ന ഒരു സംഭവമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും വിചാരിക്കാത്ത ഒരു വിഷയത്തിലൂടെയാണ് തകരുന്നത് മറ്റൊരാളുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവിഹിത ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. അതന്നത്തെ ചോരത്തിളപ്പിന് ആ രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഇപ്പൊ താങ്കളുടെ ഭർത്താവിന് മറ്റൊരാൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ താങ്കളുടെ ഒരു ഭയങ്കര മാനസികമായി തകർന്നൊരു നിമിഷമല്ലേ ശരിക്കും? മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. കൊറേ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്. ശരിക്കും ആ കുടുംബത്തിലും തിരിച്ചുകൊണ്ട് പോയത് രേണുവാന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇന്നലെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളോട് മര്യാദയ്ക്ക് നിർത്തി പൊക്കോളാൻ പറ, ഇല്ലെങ്കിൽ അവളുടെ എല്ലാം ഞാൻ പുറത്ത് വലിച്ചിടും, അവൾ എന്തായിരുന്നു എന്നുള്ളത് പുറത്ത് വലിച്ചിടും. ഇടട്ടേന്നേ നേരിടാൻ തയ്യാറാണല്ലോ ഞാൻ. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു.